റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഡിജിറ്റൽ പി എച്ച് മീറ്റർ ആണ്. ലിക്വിഡ് സാമ്പിളിൻ്റെ പി എച്ച് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് കേട്ടോ. ലിക്വിഡ് സാമ്പിളിൻ്റെ പി എച്ച് മെഷർ. ഓക്കെ, ഇതിന് എന്തൊക്കെ കൺട്രോൾസാണ് ഉള്ളതെന്ന് വെച്ചാൽ ബാക്കിലൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു സ്ലോപ്പ് എന്നുള്ളൊരു നോബുണ്ട്. ഇത് ടെസ്റ്റ് പോലുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇലക്ട്രോഡ് കണക്ട് ചെയ്യാനുള്ള ടെർമിനലാണ്. ഓക്കെ, കണക്ടറാണ്. ഇനി ബാക്കി ഫ്രണ്ടിലുള്ളത് ഒരു ടെമ്പറേച്ചർ കോമ്പൻസേഷൻ വേണ്ടിയിട്ടുള്ള ഒരു നോബ്, സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള നോബ്, പിന്നെ സെലക്ടർ സ്വിച്ചാണ്. ഇതിൽ മില്ലി വോൾട്ട് പി എച്ച് ചെക്ക് ഇത്രയും പൊസിഷനാണുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് മില്ലി വോൾട്ടും പി എച്ചും ആണ്. ഓക്കെ, മില്ലി വോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ചില ഇലക്ട്രോഡിന് ഒരു ഗ്രൗണ്ട് കണക്ഷൻ കൂടി ഉണ്ടാവും. അത് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണക്ട് ചെയ്തു. അതിനുശേഷം ബാക്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് ഇലക്ട്രോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പി എച്ചിനനുസരിച്ചുള്ള ഒരു മില്ലി വോൾട്ട് ജനറേറ്റ് ചെയ്യാണ് ഇലക്ട്രോഡ് ചെയ്യാം. 7 പി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഔട്ട്പുട്ട് 0 മില്ലി വോൾട്ട് ആണ് പ്രാക്ടിക്കലി ഉണ്ടാവേണ്ടത്. 0 മില്ലി വോൾട്ട്. പിന്നെ 7 എന്നുള്ള 654 എന്ന് പറയുന്ന അസിഡിക് റേഞ്ചാണ്. അങ്ങോട്ട് പോകുന്നത് പോസിറ്റീവ് മില്ലി വോൾട്ട് ആണ് ഇവിടെ ഉണ്ടാവുക. ഒരു പി എച്ചിന് ഏകദേശം 64 മില്ലി വോൾട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ 7 ആണെങ്കിൽ 6 ആകുമ്പോൾ ഏകദേശം ഒരു 54 മില്ലി വോൾട്ട് കേട്ടോ. ഏകദേശം 60 മില്ലി വോൾട്ട് ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ അതേപോലെ ഓരോ പി എച്ചിനും ഏകദേശം ഒരു 54 ആ റേഞ്ചിലേക്കുള്ളൊരു ഇലക്ട്രോഡ് വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്, സ്ലോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു 64 മില്ലി വോൾട്ടൊക്കെയാണ് ഒരു പെർ പി എച്ച് ഉണ്ടാവുക. അതേപോലെ 7, 8, 9 അങ്ങോട്ടുള്ളത് ബേസാണ്, ആസിഡല്ല ബേസാണ്. അതിന് -, മില്ലി വോൾട്ടാണ് ഉണ്ടാവുക. പെർ പി എച്ച് ഏകദേശം -54 മില്ലി വോൾട്ടൊക്കെയാണ് ജനറേറ്റ് ചെയ്യുക. അതാണ് ഇലക്ട്രോഡ് ചെയ്യുന്നത്. അപ്പോൾ മില്ലി വോൾട്ടാണ് നമുക്ക് കണ്ടെങ്കിൽ ഡയറക്റ്റ് മില്ലി വോൾട്ട് കിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏകദേശം 90 മില്ലി വോൾട്ട് എന്നുണ്ടാകും. നമ്മൾ നോക്കണ്ട, എൻ്റെ ഒരു എറർ റീഡിംഗ് ആണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഇലക്ട്രോഡ് ഒരിക്കലും ഡ്രൈ ആക്കി വെക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്തൊരു ബൾബുണ്ട് ഈ അറ്റത്ത് കാണുന്നത്. ഇതാണ്, ഈ പാർട്ടാണ് ഇലക്ട്രോഡ് റീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷനിലുള്ള അയോൺസിനെയാണ് അത് സെൻസ് ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിനെയാണ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ മൈക്രോ ഹോൾസ് ഉണ്ടാവും. ഇതിന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുക. ഗ്ലാസ്സിന് ഒരു സ്പെഷ്യൽ ഗ്ലാസ്സാണ്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടെ എയർ കയറിയിട്ട് പിന്നെ അയോൺസ് പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ ഒരിക്കലും ഡ്രൈ ആക്കി വെക്കാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രോഡ് സ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സാധാരണ ഇലക്ട്രോഡിൽ അത് ഉണ്ടാവാറുണ്ട്, കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ട്രോഡ് കണക്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഡെമോ ചെയ്യേണ്ടതാണ് കോളേജിൽ. ആദ്യം നമ്മൾ 7 പി എച്ച് സൊല്യൂഷനിൽ വയ്ക്കുക. ഒന്നാമത്തെ കാര്യം 7 പി എച്ച്. ഇതിൽ മില്ലി വോൾട്ട് മാറ്റിയിട്ട് പി എച്ച് സെലക്ട് ചെയ്യുക, 7 പി എച്ചിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ഏകദേശം എന്തെങ്കിലും ഒരു വോൾട്ടേജ് കാണിക്കും. അത് കറക്റ്റായിട്ട് 7 എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഡിസ്റ്റിൽ വാട്ടറിനോട് അടുപ്പിച്ചായതുകൊണ്ടാണ് 7ൻ്റെ അടുത്ത് വരുന്നത്. ഡിസ്റ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ ഏകദേശം ന്യൂട്രലാണ്. മനസ്സിലായോ? ഇത് നോക്കണ്ട, റീഡിങ് നിങ്ങളിപ്പോൾ നോക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഫസ്റ്റ് 7ൽ വെക്കുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക ആ നോബ് വെച്ചിട്ട്. അതിനുശേഷം 4 അല്ലെങ്കിൽ 9.2 ഇതിലേതെങ്കിലും ഒരു ബഫറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ബഫർ ടാബ്ലറ്റ് ആണ്. ഇത് കാണിക്കുന്നത് 9.2 പി എച്ച് ആണ്. ഇത് കാണിക്കുന്നത് 4 പി എച്ച് ആണ്. ഇത് കാണിക്കുന്നത് 7 പി എച്ച്. 7 ന്യൂട്രലാണ്. ഓക്കെ, 7 ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് 7.00 സെറ്റ് ചെയ്യാം. രണ്ടാമത് 4 അല്ലെങ്കിൽ 9.2. 4 എന്ന് വെച്ചാൽ അസിഡിക്കാണ്, ഇത് ബേസാണ്. ഓക്കെ, ഇത് ബഫർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക വെച്ചാൽ ഒരു ബീക്കറിൽ 100 മില്ലി വാട്ടർ 100 ml ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. തുറന്നിട്ട് ആ പൗഡറിൽ ഇട്ടിട്ട് 100 ml ആണ് ക്വാണ്ടിറ്റി വേണ്ടത്, കറക്റ്റ് ആയിരിക്കണം. അതിലേക്ക് ഡിസോൾവ് ചെയ്തിട്ട് രണ്ടാമത് 4 ആണെങ്കിൽ 4 വയ്ക്കുക. എന്നിട്ട് 4 ഇവിടെ എക്സാക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലുള്ള സ്ലോപ്പ് എന്നുള്ള നോബ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പ് എന്നുള്ള നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു ടെസ്റ്റർ കയ്യിലുണ്ടാവണം കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. എന്നിട്ട് ഒരു 2 തവണയെങ്കിലും സെറ്റ് ചെയ്യുക. 2 to 3 ടൈംസ് സെറ്റ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. 7 വീണ്ടും ഒന്ന് ഇട്ട് നോക്കുക. ഓരോ തവണയും ഒരു ബഫർ സൊല്യൂഷൻ വേറെ ഒന്ന് ബഫറിലേക്ക് മാറ്റുമ്പോൾ ഇടയ്ക്ക് ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ വെള്ളം മാറ്റിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഇതാണ് ഡിജിറ്റൽ പി എച്ച് മീറ്റർ ആണ് കേട്ടോ.